ഓപ്പർച്യൂണിറ്റി കാർഡുകാരോട് ഏജൻസികൾ നിങ്ങൾ പോലും അറിയാണ്ട് ചെയ്യുന്നൊരു ചതിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് പരിചയമുള്ള ഒരാൾ പുള്ളിനും കടയൊക്കെ കയറ്റി വിട്ടിരിക്കുന്നത് ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ടാണ്. എന്തായിട്ട്? ടാക്സ് കൺസൾട്ടൻ്റ്. ഒന്ന് ആലോചിച്ച് നോക്ക്. പുള്ളിക്ക് ജർമ്മൻ അറിയില്ല. ജർമ്മൻ അറിയാമെങ്കിൽ തന്നെ ജർമ്മൻ ലോ അറിയില്ല. ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ടാണ് പുള്ളിനെ കയറ്റി വിട്ടേക്കുന്നത്. ജർമ്മനിയിൽ ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് ജോലി കിട്ടാനായിട്ട് നിങ്ങൾക്ക് തോന്നണുണ്ടോ എളുപ്പമാണെന്ന്? എങ്ങനെ കണ്ടുപിടിക്കുക ഒരു വർഷത്തിലുള്ള അങ്ങനത്തെ ഒരു ജോലി? എന്നാൽ ഈ പറഞ്ഞ ആള് ലോജിസ്റ്റിക്സ് കഴിഞ്ഞ ആളാണ്. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ലോജിസ്റ്റിക്സിനാണ് ജർമ്മനിയിൽ. എന്തോരം സൂപ്പർ മാർക്കറ്റുകൾ, എന്തോരം ഹബ്ബുകൾ, അതൊക്കെ ഉള്ള സ്ഥലം അത്. എന്നാലോചിച്ച് നോക്കണം. എന്നിട്ടുള്ള പരിപാടി അത്. എപ്പോഴും നിങ്ങൾ പഠിച്ച നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണോ സ്ട്രീം, ആ സ്ട്രീമിൽ തന്നെ വരാൻ നോക്കുക. വെറുതെ ഏജൻസി പറയുന്നിട്ട് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരും, എന്നിട്ട് അങ്ങ് കയറ്റി വിടും. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവിറ്റിയും പറയണം. എങ്ങനെയെങ്കിലും ജർമ്മനിൽ എത്തിയാൽ മതി എന്നുള്ളവർക്ക് ഇതൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുന്നില്ല. ബട്ട് ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ജർമ്മൻ പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, വരിക. ഓക്കെ, എന്തായാലും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരാൻ നിൽക്കുന്ന ആളുകൾക്ക് വേഗം അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോ കാണാൻ പറ്റും.